ഞാൻ ലിയോ എം മാണി. ഈ ദിവസത്തോടുകൂടി ഈ പേരിവിടെ തീരും. കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമുഖത്ത് കാണില്ല. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. Shit. Damn it. ജസ്റ്റ് ടൗൺ ഹാൾ വരെ എനിക്ക് ലിഫ്റ്റ് വരാമോ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. FC നല്ല മൈലേജ് ഉണ്ട് കേട്ടോ. പെർഫോമൻസ് നല്ല സൂപ്പറാ. ഇന്ന് മാത്രം അവൻ എന്നോടൊന്ന് പിണങ്ങി. ഇയാളെന്നാ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും പറയാനേ? ഷടപ്പ്. അതെ, ഏതായാലും ഞാനും ഉള്ളാനിരിക്കുമായിരുന്നു. നാണക്കേടായല്ലോ. ഐ എം ലിയോ എം മാണി. ഐ എം ശ്രീകാന്ത് കൃഷ്ണ. എന്ത് ചെയ്യുന്നു? എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല, ഇനി ഞാൻ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായ ചോദ്യം. അതെന്താ? അതൊരു കഥയാ, പറയാൻ ഒത്തിരിയുണ്ട്. വിരോധമില്ലെങ്കിൽ എന്നോടുകൂടെ ഒന്ന് പറഞ്ഞൂടെ? മനസ്സൊരു സുഖം കിട്ടും. ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. അച്ഛനും അമ്മയും വിദേശത്ത്. ഒരുപാട് ബന്ധുക്കൾ, ആവശ്യത്തിന് കാശ്, പോക്കറ്റ് മണിയായി കിട്ടുന്ന 10,000 എല്ലാം കൊണ്ടും ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുകയായിരുന്നു. എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രഗ്സിനും മദ്യപാനത്തിനും പുകവലിക്കും അടിമയായി. പണം മാത്രം വലുതായി കണ്ട അച്ഛനും അമ്മയും അതിനുവേണ്ടി സ്വന്തം മകനെ പോലും ഓർക്കാതായി. വല്ലപ്പോഴും ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വിഷസ്, അതും മുത്തശ്ശി അവരെ വിളിച്ചു പറഞ്ഞാൽ മാത്രം. ജനിച്ചപ്പോൾ മുതൽ അവർക്കെന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. കുട്ടിക്കാലം മുതൽ ഞാൻ വളർന്നത് ബോർഡിങ്ങിലും അല്ലാതെ സ്വന്തം വീട്ടിലും. പക്ഷെ പണം എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു. എന്തിനും ഏതിനും ഉണ്ടായിരുന്നു ബാങ്കിൽ പണം. അങ്ങനെ ഞാൻ ഒറ്റപ്പെടലിലെ ദുഃഖം അകറ്റാൻ മദ്യത്തിനും മയക്കുമരുന്നിനും കൂട്ടുപിടിച്ചു. പക്ഷെ അതെനിക്ക് നേട്ടങ്ങൾ സമ്മാനിച്ചില്ല, കോട്ടങ്ങൾ മാത്രം. ഞാൻ എൻ്റെ ജീവിതം എടുത്തു. എൻ്റെ ഈ ജീവിതം കൊണ്ട് ആർക്കെന്താണ് നേട്ടം? ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നു. എനിക്ക് മതിയായി. വാ, നമുക്ക് പോകാം. വെറുതെ തന്റെ സമയം ഞാൻ പാഴാക്കുന്നില്ല. താൻ എന്തേ പറയുന്നേ? ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല. നീ എന്നെ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോ. ഞാനില്ല. ഞാൻ എന്തായാലും തീരുമാനിച്ചുറപ്പിച്ചതാ. എനിക്ക് മനസ്സ് തുറക്കാൻ ആരുമില്ലായിരുന്നു. ഏതായാലും മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചു. എനിക്കിനി സമാധാനമായി മരിക്കാം. എന്താടോ ഇത്? താൻ എന്റെ കഥയൊന്ന് കേട്ടു നോക്ക്. ജീവിതത്തിന്റെ പരാജയം കയ്പെന്തെന്ന് തനിക്ക് മനസ്സിലാവും. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. കൊച്ചച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. ജീവിതത്തിൽ വളരെ ഉൾവലിഞ്ഞ ആളാണ് ഞാൻ. ആകെ കയ്യിലുള്ളത് സംഗീതം മാത്രം.
എല്ലാവർക്കും ഓരോ ഗ്യാങ്ങും വലിയ ആൾക്കാരും മാത്രം. ഞാൻ എന്നും കോളേജിലെ ഒരു മൂലയിൽ കഴിച്ചു കൂട്ടും. ഒഴിവു സമയങ്ങളിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും. എനിക്കതൊരു ശീലവുമാണ്. അങ്ങനെ ആ ഒറ്റപ്പെടലിനിടയിലാണ് ഞാൻ അവളെ കാണാൻ ഇടയായത്. എന്നിട്ട് ബാക്കി പറയൂ. ഇതൊന്നുമല്ല കാര്യം. ജീവിതത്തിന്റെ ഒറ്റപ്പെടലിനും ദുരിതങ്ങൾക്കിടയിൽ ദൈവം എനിക്കൊരു സമ്മാനം തന്നു. ബ്ലഡ് ക്യാൻസർ. ക്യാൻസർ എന്ന രോഗം എൻ്റെ ജീവിതത്തെ കവർന്നെടുത്തപ്പോഴും അവളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഊർജവും ഒരിഷ്ടവും മനസ്സിലാണ് പൊട്ടി. അതിന്നത്തെ പോലെ ഒരു പൈങ്കിളി പ്രേമമൊന്നും ആയിരുന്നില്ല. അതൊരു അനുഭവമായിരുന്നു. ആ ഫീലിംഗ് എൻ്റെ ജീവിതത്തെയും മനസ്സിനെയും വല്ലാതെ ബാധിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിലെ എല്ലാ വിഷമതകളും ചിന്തകളും ഞാൻ മറന്നു. ഞാൻ കൂടുതൽ എനർജറ്റിക്കായി. അങ്ങനെ ഞാൻ എൻ്റെ പ്രണയം അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. പക്ഷേ അതെനിക്ക് അതിലും വലിയ ദുഃഖമാണ് സമ്മാനിച്ചത്. ജീവിതത്തിൽ എന്തിനോടെങ്കിലും പ്രണയം തോന്നിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അങ്ങനെ ഞാൻ സംഗീതത്തെ ഗാഢമായി തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ്. എത്ര നാൾ എൻ്റെ ജീവിതം ഉണ്ടാകും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ജീവിത അവസാനം വരെ സംഗീതം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. നീ നേരെ വീട്ടിലേക്ക് പോകും. വാ.
സാറേ, എന്നെ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് മാറ്റിയിരുത്തുവോ? ഈ വെയിൽ സഹിക്കാനാവുന്നില്ല. ഹോ, ദൈവം ചില മനുഷ്യരെ എത്ര ക്രൂരമായാണ് ശിക്ഷിക്കുന്നത്. ശിക്ഷയോ? ക്രൂരതയോ? ഇതൊക്കെ ഒരു ശിക്ഷയാണോ? ജനിച്ചപ്പോൾ മുതൽ എൻ്റെ കാലിന് സ്വാധീനമില്ലാത്ത. എന്നാലും എന്തൊരു ജീവിതം നിന്റേത്? നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും നീ എങ്ങനെ കഴിയുന്നത്? അങ്ങനെയൊന്നുമില്ല സാറേ. നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുന്ന അവസ്ഥകൾക്ക് ദൈവത്തെ പഠിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊരു ദിവസം കഴിഞ്ഞുകൂടാനുള്ള വക ശിക്ഷയായി കിട്ടുന്നുണ്ട്. എനിക്കിതിനേക്കാൾ ഉയർന്നതോ താഴ്ന്നതായ ജീവിതം ലഭിക്കാനില്ല. അതിനാൽ ഞാൻ ഈ ജീവിതത്തിൽ സംതൃപ്തനാണ്. എന്റെ ഈശ്വര, അയ്യോ സോറി കേട്ടോ, സോറി, അബദ്ധം പറ്റിയതാ, സോറി കേട്ടോ. ഓക്കെ 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 സാർ, കുഴപ്പമില്ല. താങ്ക് ഗോഡ്. ഏയ്, എന്തിനാ പരിഭ്രമിക്കുന്നത്? ഒന്നും പറ്റിയില്ലല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. വിരോധമില്ലെങ്കിൽ എന്നോട് കൂടി ഒന്ന് പറയുമോ? അതിനെന്താ? കാർഷിക വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്താണ് എൻ്റെ അച്ഛൻ. മൂത്ത മകനെന്ന നിലയിൽ എനിക്ക് എന്റേതായ കടമകൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. ഇന്ന് എനിക്കൊരു ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ട്, അതിനുവേണ്ടി പോവുക. ഈ ജോലി കൊണ്ട് വേണം എനിക്ക് എന്റെ കുടുംബത്തിന്റെ പട്ടിണി അകറ്റാൻ. അതാണ് എന്റെ ഈ പരിഭ്രമത്തിന് കാരണം. ഓക്കെ. എന്തു പറ്റി? ഇന്ന് ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ലല്ലേ? ഇനി എന്ത് പ്രശ്നമുണ്ടായാലും ഒരു ഭീരുവിനെ പോലെ നീ ഒളിച്ചോടുമോ അതോ മുന്നേറുമോ? നീ ഇങ്ങ് വന്നപ്പോൾ 3 തരം ജീവിതങ്ങൾ ഇന്ന് കണ്ടില്ലേ? അവരുടെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിന്റെ പ്രശ്നം എത്ര നിസ്സാരം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തട്ടിമാറ്റി മുന്നേറാൻ നീ പഠിക്കണം. ഓരോ മനുഷ്യനും ദൈവം ഓരോ പദ്ധതി കൊടുത്താണ് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. സ്വജീവിതം നശിപ്പിച്ച് ആത്മഹത്യ ചെയ്യുക ഒരു പരിഹാരമല്ല. ദൈവത്തിൽ വിശ്വസിക്കുക.